ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ചിക്കനാണ്. ഇത് തലേന്ന് തന്നെ നല്ലപോലെ കഴുകി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്ത ഐറ്റംസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബിരിയാണി വയ്ക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി വേവിക്കാനുള്ള വെള്ളം ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് പകുതി ചെറുനാരങ്ങയും 1 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ഗ്രാമ്പൂ, പട്ട എന്നിവയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ അരി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുത്ത് നമ്മളിതൊരു 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കണം. 3/4 ഭാഗത്തോളം എന്ന് പറഞ്ഞാൽ നല്ലോണം വെന്തു പോകരുത്, കാരണം ബിരിയാണി കുക്കായി വരുമ്പോൾ അല്ലെങ്കിൽ അരി കുഴഞ്ഞു പോവും. ഇനി നമുക്ക് ആ സമയം കൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 7 സവാളയും 2 തക്കാളിയുമാണ്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് കുറച്ച് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഉള്ളി അതിലേക്കിട്ട് നല്ലപോലെ വഴറ്റാം. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഓരോ പിടി മല്ലിയിലയും മിൻറ്റ് ലീവ്സും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പകുതി ചെറുനാരങ്ങ നീര്, 2.5 ടേബിൾ സ്പൂൺ കേർഡ്, 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ചിക്കൻ ഓരോ പീസസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് അടച്ചിട്ട് വേവിക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ബിരിയാണി ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ കുക്ക് ചെയ്ത് വന്നിരിക്കുന്ന ചിക്കൻ ഞാൻ കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് ആഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ നെയ്യും ഇത്തിരി സാഫ്രോണും മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ചിക്കൻ വെച്ച് കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ ചോറ് ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ലെയറിങ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ പാൻ ഒരു ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം നമ്മൾ വേവിക്കുക. അത് കഴിയുമ്പോൾ നല്ല അടിപൊളി ബിരിയാണി റെഡിയാവും. ഇപ്പോൾ കാണാം, നമുക്ക് ചോറൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. നല്ല ടേസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം എന്നോട് പറയുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.